സംവിധായകൻ ഒരു പ്രതികരണം ഇന്ന് വന്നിരുന്നു. പറഞ്ഞത് രാജ്യത്തിന് എതിരായിട്ട് നടക്കുന്ന ഗൂഢാലോചനയാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ട്. കേരളം അതിന്റെ ഒരു ഭാഗമല്ലേ എന്ന് ചോദിക്കുന്നു. മുഖ്യമന്ത്രി വിമർശിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ പ്രതികരണം നടത്തിയത്, മുഖ്യമന്ത്രി ഒരു കണ്ണടച്ച് വെച്ചാണ് നോക്കുന്നത്, രണ്ട് കണ്ണും തുറന്നു വെച്ച് മുഴുവനായിട്ട് കാര്യങ്ങൾ പഠിക്കാനാണെന്ന് കാമാഖ്യ നാരായൺ സിംഗ് നമ്മുടെ ചാനലിനോടക്കം ഒരു പ്രതികരണം നടത്തിയത്. അതിലെന്താണ്? അല്ല, ഇപ്പോ കേരളത്തിലെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നമല്ല കേരള സ്റ്റോറി 1 ചിത്രീകരിച്ചത്. കേരള സ്റ്റോറി 2 ഇപ്പൊ ചിത്രീകരിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള വിവരങ്ങൾ, ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടില്ല. അപ്പം വളരെ കൃത്യമായ ഗൂഢമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ സിനിമകൾ, അത് കേരള സ്റ്റോറി 1 കേരള സ്റ്റോറി 2 അതിന്റെ സംവിധായകരും അതിന്റെ പിന്നിൽ നിൽക്കുന്നവരും രൂപം നൽകുന്നത്. ഇത്തരം സിനിമകൾ എടുക്കുന്നതിന്റെ പിന്നിലുള്ളത് ദുഷ്ടലക്ഷ്യങ്ങളാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. മറിച്ച് ഞങ്ങൾ വളരെ ഒരു സൽപ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ചെയ്യുക. ഇത്തരത്തിലുള്ള സിനിമ എടുക്കാൻ പുറപ്പെടുന്നവർ തങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് മറച്ചു വെക്കുക തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ന്യായീകരിച്ചതിനെ കുറിച്ച് എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. പക്ഷെ ആ ന്യായീകരണം യുക്തിരഹിതമാണ്, വസ്തുതാവിരുദ്ധമാണ്. അത്രയേ ഉള്ളൂ. കേരളത്തിലെ ഈ ലവ് ജിഹാദ് അവിടെ നടക്കുന്നു, മൂക്കിന്റെ തുമ്പിൽ നടക്കുന്നു, അങ്ങനെ പലരും പരാതികളായിട്ട് താങ്കളെ സമീപിച്ചു എന്നാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ട്? അദ്ദേഹത്തെ സമീപിച്ചു എന്ന്. അതെ, അദ്ദേഹത്തെ സമീപിച്ചുവെങ്കിൽ അദ്ദേഹം എന്റെ വസ്തുതകൾ വെളിപ്പെടുത്തട്ടെ. ആരാണ് സമീപിച്ചത്, എപ്പോഴാണ്? അദ്ദേഹം തന്നെ സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ടാവും ഇങ്ങനെ സമീപിക്കാൻ. കേരളത്തിൽ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നുണ്ട്, ജാതിയിൽപ്പെട്ടവർ വിവാഹം കഴിക്കുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ലല്ലോ, ലോകത്തെമ്പാടുമില്ലേ അത്. കേരള സ്റ്റോറി 1 2 ദേശീയ അവാർഡാണ് ലഭിച്ചിരുന്നത്. അപ്പൊ അതും കൂടെയാണ് ഒരു 2ാം ഭാഗത്തിന് പ്രോത്സാഹനമായിരിക്കും. അത് പിന്നെ അവാർഡ് നിർണയ സമിതികളെ ഇപ്പോഴത്തെ യൂണിയൻ ഗവൺമെന്റ് നിയോഗിക്കുന്നത് തന്നെ പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടിയാണ്. അത് പിന്നെ ഈ മേഖലയിലുള്ളവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അവിടെയും എനിക്ക് ശ്രീ പ്രകാശ് രാജിന്റെ പേര് പറയേണ്ടി വരും. കേരളത്തിലെ ചലച്ചിത്ര അവാർഡ് നിർണയ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീമാൻ പ്രകാശ് രാജ്. അദ്ദേഹം പറഞ്ഞു അഖിലേന്ത്യാ തലത്തിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ കേരള സ്റ്റോറിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അഭിപ്രായം ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, അതിലുള്ള വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്ന ആശയങ്ങൾ, പ്രത്യേകിച്ച് കെട്ടിച്ചമച്ച ആശയങ്ങൾ ഒരു സിനിമയിലോ നാടകത്തിലോ ഒരു കവിതയിലോ ലേഖനത്തിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കോടതിയിലേക്ക് പലരും പോകാറുണ്ട്. പക്ഷെ കോടതിയിൽ പോകുന്നതാണ് ഒരു പരിഹാര മാർഗമെന്ന് ഞാൻ കരുതുന്നില്ല. കലാകാരർ അവർ രാജ്യത്തോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന പ്രവർത്തനമല്ല കലാകാരർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഗുജറാത്തിലെല്ലാം നടന്ന വംശഹത്യയുടെ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഇവരെന്തെങ്കിലും എന്താ അഭിപ്രായമായിരിക്കും ഇവർ പറയുക? അതൊക്കെ വളരെ നല്ല കാര്യമെന്ന് പറയുന്നവരാണ് ഈ സിനിമ എടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തില് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നിരവധി LDF-നെ പ്രതിരോധത്തിലാക്കി നിരവധി സംഭവങ്ങൾ ഉണ്ടായി. അതില് ഒടുവിൽ അനുഭാവികളായിട്ടുള്ള പലരുടെയും സച്ചിദാനന്ദന്റെ അടക്കം വിമർശനങ്ങളുണ്ടായി, സർക്കാരിനെതിരെ വിമർശനങ്ങളുണ്ടായി. പലരും CPM വിടുന്ന സാഹചര്യം ഉണ്ടായി. ഒടുവിലായി PK ശശി അദ്ദേഹം ഇത്തരത്തിൽ KTDC ചെയർമാൻ സ്ഥാനം ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ? കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം. കേരളം തീവ്ര ദാരിദ്ര്യം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ്. അതാണ് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് സംഭവിച്ചത്. അതുപോലെ വ്യത്യസ്ത മേഖലകളിൽ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് കേരളത്തിലാണ്. ഞാൻ നീട്ടുന്നില്ലത്. അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ പ്രൊഫസർ സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് MV ഗോവിന്ദൻ മാഷ് പ്രതികരിച്ചല്ലോ. സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞതിനകത്ത് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കും.
എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല എന്നൊരർത്ഥം അദ്ദേഹം പറഞ്ഞതിനകത്തില്ല. ഇതാണ് ഞാൻ പറയട്ടെ. ഈ പറഞ്ഞ കാര്യം എനിക്ക് ഒരറിവുള്ളതല്ല. ഞാൻ പ്രതികരിക്കേണ്ട ഒരു വിഷയമായിട്ട് ഞാനത് കരുതുന്നുമില്ല. നിങ്ങൾക്കത് ചോദിക്കാൻ വേറെ ആളുകളെ കിട്ടും, അവരോട് ചോദിച്ചാൽ മതി. ഈ സച്ചിദാനന്ദന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതിൽ പ്രേംകുമാർ പറഞ്ഞത് ഒരു ഇരട്ട നീതി, അല്ലെങ്കിൽ സച്ചിദാനന്ദനെതിരെ എന്തുകൊണ്ട് LDF നടപടി എടുക്കുന്നില്ല, തനിക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വിവേചനമുണ്ട്, പല കാര്യങ്ങളിലും ഒരു വിവേചന മനോഭാവത്തോടുകൂടിയാണ് പെരുമാറുന്നത് എന്നൊരു വിമർശനം പ്രേംകുമാർ ഇത് ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് സ്നേഹപൂർവവും സൗഹാർദ്ദപൂർവവും ചില വിമർശനങ്ങളോ നിരീക്ഷണങ്ങളോ ഉന്നയിച്ചാൽ, അങ്ങനെ ചില നിരീക്ഷണങ്ങളോ വിമർശനങ്ങളോ ഉന്നയിക്കുന്നതിനെ തെറ്റായ വിധത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നില്ല എന്നാണല്ലോ പ്രൊഫസർ സച്ചിദാനന്ദനുള്ള സമീപനത്തിൽ കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയുണ്ടായിരുന്ന സുഹൃത്ത്, അദ്ദേഹത്തിന് വേണ്ടത് പ്രൊഫസർ സച്ചിദാനന്ദനെതിരായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നീങ്ങണമെന്നാണോ? എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ അദ്ദേഹത്തിന് നേരെ നടപടിയാണോ ഉണ്ടായെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അത് കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അത് അവിടെ വിശദീകരിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ട് എനിക്കിതുവരെ അറിഞ്ഞുകൂടാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമാക്കപ്പെടും.